ദൈവത്തിന് സ്തോത്രം. Before we go to the word of God, I want to make an apology. തിരുവചനത്തിലേക്ക് പ്രവേശിക്കും മുമ്പായി ഞാൻ ഒരു ക്ഷമായാചന നടത്തുവാൻ വാഞ്ചിക്കുന്നു. Yesterday morning and this morning we had rain. ഇന്നലെ രാവിലെയും ഇന്ന് രാവിലെയും ഇവിടെ മഴ പെയ്തു. Quite a number of you who have been in the new ground staying, you had lot of inconveniences and difficulties. പുതിയ ഗ്രൗണ്ടിൽ പാർക്കുന്നവർക്ക് ആ മഴ നിമിത്തമായി വളരെയേറെ അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നറിയാം. And we did not help you enough. ആ വിഷയത്തിൽ ഞങ്ങൾക്ക് മതിയായോളം നിങ്ങളെ സഹായിക്കുവാനും കഴിഞ്ഞില്ല. Please forgive us for all the inconvenience and trouble you faced these 2 days. ഈ 2 ദിവസങ്ങളിലായി നിങ്ങൾക്ക് നേരിട്ട എല്ലാ അസൗകര്യങ്ങളും ദയവായി ക്ഷമിച്ചുകൊള്ളുക. And also I take all the blame for the rain yesterday and this morning. My lack of prayer and my lack of sanctification and asking God for forgiveness, and I ask you also forgiveness. ഇന്നലത്തെയും ഇന്നത്തെയും മഴയ്ക്കുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ എന്റെ മേൽ എടുത്തുകൊള്ളുന്നു. ഞാൻ ശരിയാവണ്ണം എന്നെ വിശുദ്ധീകരിക്കാത്തതുകൊണ്ടും എന്റെ പ്രാർത്ഥനാ കുറവ് കൊണ്ടുമായിരിക്കാം മഴ പെയ്തത്. ആകയാൽ ദൈവവും നിങ്ങളും എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. Even if there is no rain, kindly don't go back to the new grounds. Whatever way we will adjust, all those who are staying tonight, don't stay in the new grounds. Somehow we will make some arrangements for you to stay somewhere here. ഇന്നിനി മഴ പെയ്താലും പെയ്തില്ലെങ്കിലും ആരും ദയവായി പുതിയ ഗ്രൗണ്ടിൽ പോയി പാർക്കേണ്ട. ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് മതിയായ സൗകര്യങ്ങൾ ചെയ്തു തരുവാൻ ശ്രമിക്കാം. If the Lord tarries, if we will have another convention, God, we would like to make all the roofs waterproof so that the problem we face we may not face anymore. ദൈവകൃപയാൽ ഇനി ഒരു കൺവെൻഷൻ ഉണ്ടാവുകയും കർത്താവിന്റെ വരവ് താമസിക്കുകയും ചെയ്താൽ ഇനി ഇങ്ങനെ മഴ പെയ്താലും നനയാത്ത സൗകര്യങ്ങൾ ഞങ്ങൾ ക്രമീകരിച്ചുകൊള്ളുവാൻ ശ്രമിച്ചുകൊള്ളാം. But one thing we are grateful to you, in spite of lot of inconveniences and difficulties and problems you faced yesterday and today, none of you complained or murmured or any unpleasant things did not happen. For that we wholeheartedly thank you and may God richly bless you for that. അങ്ങനെയെങ്കിലും ഇന്നലെയും ഇന്നും എല്ലാവർക്കും നേരിട്ട എല്ലാ അസൗകര്യങ്ങളിലും ആരും പിറുപിറുക്കാതെയും പരാതിപ്പെടാതെയും പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കാതെയും ക്ഷമയോടെ എല്ലാം സഹിച്ചതിനായി ഞങ്ങൾ നിങ്ങളോട് നന്ദി ഉള്ളവരായിരിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. For the beautiful love and the unity of our brethren, shall we all lift up the hands and praise God. നമ്മുടെ സഹോദരങ്ങളുടെ മനോഹരമായ സ്നേഹത്തിനായും തികഞ്ഞ ഐക്യതയ്ക്കായും കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. Lord, praise the 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 Lord. The Lord placed in my heart to share with you, as God gives grace, about 2 hells and 2 heavens. 2 hells. ഇന്ന് പകൽക്കാലം നിങ്ങളുമായി 2 കരങ്ങളും 2 സ്വർഗങ്ങളും എന്നുള്ള വിഷയത്തെ സംസാരിക്കുവാൻ ദൈവം എനിക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നു. Perhaps you may say, I never heard there are 2 hells. 2 നരകങ്ങളെ കുറിച്ച് ഇത്രത്തോളം 2 നരകമുണ്ടെന്ന് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല എന്ന് ഒരുപക്ഷെ പലരും പറഞ്ഞേക്കും. Yes, there are 2 hells. 2 നരകങ്ങൾ ഉണ്ട്. Every sinner and backslider has 2 hells. ഓരോ പാപിക്കും ഓരോ പിന്മാറ്റക്കാരനും 2 നരകങ്ങൾ ഉണ്ട്. Without Jesus, life on earth is hell. യേശുവിനെ കൂടാതെ ഉള്ള ഈ ലോകത്തിലെ ജീവിതം ഒരു നരകമാകുന്നു. Like the prodigal son, every problem that he faced, even about hunger, what we read, he was perishing with hunger. ആ മുടിയനായ പുത്രന്റെ കാര്യത്തിൽ നാം വായിക്കുന്നത് പോലെ അവന് നേരിട്ട ഓരോ പ്രശ്നങ്ങളും വിശപ്പിന്റെ കാര്യത്തിലും അവൻ പറയുന്നു, ഞാൻ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. എല്ലാം അവന് നരകമായിരുന്നു. Every problem for sinners and backsliders, it will be tormenting, torturing, and it is giving lot of trouble, confusion and distress to sinners and backsliders. പാപികൾക്കും പിന്മാറ്റക്കാർക്കും തങ്ങൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും അവരെ വളരെയധികം ഞെരുക്കുന്നതും പീഡിപ്പിക്കുന്നതും വേദനാജനകവുമായിട്ട് മാത്രമേ കാണപ്പെടുകയുള്ളൂ. And finally, after living on earth as in hell, after death, sinners and backsliders go to eternal hell.
ഇഹലോകത്തിൽ അവർ ഇപ്രകാരം ഒരു നരക ജീവിതം നയിച്ചതിനു ശേഷം മരണാനന്തരം നിത്യതയിലും നിത്യനരകത്തിലേക്ക് പിന്മാറ്റക്കാരും പാപികളും ചെന്നെത്തുന്നു. And such people, then eternally they will be suffering in hellfire. അങ്ങനെയുള്ള ജനങ്ങൾ നിത്യ നരകത്തിൽ എന്നേക്കുമായി ദണ്ഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. Similarly, for a true child of God, he has got two heavens. ഇതുപോലെ തന്നെ ഒരു സാക്ഷാൽ ദൈവ പൈതലിന് രണ്ട് സ്വർഗങ്ങളും ഉണ്ട്. When Jesus becomes all in all for you, then only you are a true Christian. നിങ്ങളുടെ ജീവിതത്തിലും കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് സകലത്തിനും സകലവുമായി മാറുമ്പോൾ നിങ്ങൾ ഒരു സാക്ഷാൽ ക്രിസ്ത്യാനി ആയിത്തീരുന്നു. On earth, when Jesus becomes all in all to you, I tell you, you enjoy heaven on earth. ഇഹലോകത്തിൽ യേശു നിങ്ങൾക്ക് സകലത്തിനും സകലവുമായി മാറുമ്പോൾ ഞാൻ പറയട്ടെ, ഭൂമിയിലെ ജീവിതം നിങ്ങൾക്ക് സ്വർഗം തന്നെ ആയിരിക്കും. When Jesus becomes all in all for you, in poverty you can rejoice, because in Christ is all your riches. ഇഹലോകത്തിൽ യേശു നിങ്ങൾക്ക് എല്ലാത്തിനും എല്ലാമായി ഇരിക്കുമ്പോൾ നിങ്ങൾ ദാരിദ്ര്യത്തിൽ കൂടെയും സന്തുഷ്ടരായി കാണപ്പെടും. കാരണം യേശു നിങ്ങൾക്ക് സകല സമ്പന്നനുമായി കൂടെ ഉണ്ടായിരിക്കും. In sickness you can rejoice, because Jesus becomes your medicine, health and healing. അങ്ങനെയെങ്കിൽ രോഗവേളയിലും നിങ്ങൾ സന്തുഷ്ടരായി കാണപ്പെടും. കാരണം യേശു നിങ്ങൾക്ക് ഔഷധമായും നിങ്ങളുടെ വൈദ്യനായും നിങ്ങൾക്ക് സൗഖ്യം നൽകുന്നവനുമായി കൂടെ ഇരിക്കും. In weakness you can rejoice, because God is your strength. ബലഹീനതയിലും നിങ്ങൾ സന്തോഷം ഉള്ളവർ ആയിരിക്കും. കാരണം നിന്റെ ദൈവം നിനക്ക് ബലമായി കൂടെ ഉണ്ടാകും. When hungry you can rejoice, because He is the bread of life. വിശപ്പിലും നിങ്ങൾ സന്തോഷം ഉള്ളവർ ആയിരിക്കും. കാരണം ദൈവം നിനക്ക് ജീവന്റെ അപ്പമായിരിക്കും. In thirst we can rejoice, because Jesus is the fountain of life and spring of life. നിങ്ങൾക്ക് ദാഹം ഉള്ളപ്പോഴും നിങ്ങൾ സന്തോഷിക്കും. കാരണം യേശു നിങ്ങൾക്ക് ജീവന്റെ ഉറവയും ജീവനിരുറവയുമായി കാണപ്പെടും. In trouble we can rejoice, because the Lord is our strength. He is refuge and strength and a very present help in trouble. നിങ്ങളുടെ കഷ്ടത്തിൽ നിങ്ങൾ സന്തോഷിക്കും. കാരണം കഷ്ടകാലത്തിൽ ദൈവം നിങ്ങൾക്ക് സങ്കേതവും ഏറ്റവും അടുത്ത തുണയുമായി കൂടെ ഉണ്ടായിരിക്കും. When the cares of this world will come, we can rejoice, because we can cast all our care upon Him, for He careth for us. ലൗകികമായ ചിന്താകുലങ്ങൾ നിങ്ങളെ ഞെരുക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയും. കാരണം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവാൻ കഴിയും. Even in sorrow we can rejoice, because our Jesus turns our mourning into dancing. ദുഃഖത്തിൽ നമുക്ക് സന്തോഷം ഉള്ളവർ ആയിരിക്കാം. കാരണം നമ്മുടെ യേശു വിലാപത്തെ നമുക്ക് നൃത്തമാക്കി മാറ്റുന്നു. When lonely we can rejoice, because in Jesus we have a friend sticketh closer than a brother. നമ്മുടെ ഏകാന്തതയിലും നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. കാരണം യേശു സഹോദരനേക്കാൾ പറ്റുള്ള സ്നേഹിതനായി നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. In hopeless state we can rejoice, because in Him is our hope and He is our hope. ആശയ്ക്ക് വകയില്ലാത്ത വേളകളിലും നമുക്ക് സന്തോഷിക്കാം. കാരണം അവനിൽ നമുക്ക് പ്രത്യാശ ഉണ്ട്. അവൻ നമ്മുടെ പ്രത്യാശയത്രേ. When persecuted, humiliated and reproached, we can rejoice and leap for joy, for great is our reward in heaven. ഉപദ്രവങ്ങളിലും നിന്ദകളിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. കാരണം സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വലുതാകുന്നു. When everything is in our life is reduced to ashes, we can rejoice, because Jesus gives beauty for ashes. നമ്മുടെ സർവസ്വം വെണ്ണീറായി ചാരമായി തീർന്നാൽ പോലും നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. കാരണം യേശു വെണ്ണീറിന് പകരം നമുക്ക് അലങ്കാരമാല നൽകുന്ന ദൈവമാകുന്നു. Finally, while dying we can rejoice, because He is our life. He is our everlasting life. അവസാനമായി മരണവേളയിൽ പോലും നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. കാരണം അവൻ നമുക്ക് ജീവനാകുന്നു. അവനത്രേ നമ്മുടെ നിത്യജീവൻ. All those who agree with me what I have spoken is true, will you lift up your hands and shout hallelujah? ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയെന്ന് സമ്മതിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. Beloved ones, people in the world, they sing because they want to be happy. No, the people in the world, they sing that they want to become happy. We sing because we are happy.
ലൗകികരായ ജനങ്ങൾ സന്തോഷം ഉള്ളവർ ആകുവാൻ വേണ്ടി പാട്ട് പാടുന്നു. എന്നാൽ നാമോ സന്തോഷം നമ്മിൽ ഉള്ളത് കൊണ്ട് നാം പാടുന്നു. When Jesus is all in all to us, we can always be happy, whether storms or troubles or trials. കൊടുങ്കാറ്റുകള്, കഷ്ടങ്ങള്, പോരാട്ടങ്ങള് ഉണ്ടായിക്കൊള്ളട്ടെ, യേശു നമ്മിൽ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും സന്തോഷമുള്ളവരായിരിക്കുവാൻ കഴിയും. We don't sing to become happy. We sing because we are happy. സന്തോഷം ഉണ്ടാകുവാൻ വേണ്ടി നാം പാടുന്നില്ല, സന്തോഷം നമ്മിൽ ഉള്ളത് കൊണ്ടത്രേ നാം പാടുന്നത്. Come on, shall we all sing? വരുവിൻ, എല്ലാവർക്കും ഒന്നായി ചേർന്ന് പാടാം. I am so happy. I want to sing. I want to sing. I want to ask the congregation, how many of you can join and give this testimony? നിങ്ങളിൽ എത്ര പേർക്ക് ഞങ്ങളോട് ചേർന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ കഴിയുമെന്ന് ഞാൻ സഭയോട് ചോദിക്കട്ടെ. For me, my Jesus is better than the best physicians in the world. ഈ ലോകത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠനായ വൈദ്യനേക്കാളും എന്റെ യേശു എനിക്ക് അത്യന്തം നല്ലവനായ വൈദ്യനാകുന്നു. For me, Jesus is closer than the closest friend in the world. ഈ ലോകത്തിൽ എനിക്കുള്ള ഏറ്റവും അടുത്ത സുഹൃത്തിനേക്കാളും യേശു എനിക്ക് ഏറെ സമീപസ്ഥനായ സുഹൃത്താകുന്നു. For me, Jesus is greater than the greatest person in the world. ഈ ലോകത്തിൽ അതിമഹാനായ വ്യക്തിയെക്കാളും യേശു എനിക്ക് അത്യന്തം മഹാനായ ആളാകുന്നു. For me, Jesus is mightier than the mightiest angels in heaven. സ്വർഗത്തിൽ അത്യന്തം ശക്തിയേറിയ ദൈവദൂതനേക്കാളും യേശു എനിക്ക് അത്യന്തം ശക്തി ഉച്ചവനാകുന്നു. For me, Jesus is purer than the purest gold in the world. ഈ ലോകത്തിലെ നിർമ്മല തങ്കത്തെക്കാളും യേശു എനിക്ക് അത്യന്തം നിർമ്മലനാകുന്നു. For me, Jesus is whiter than the whitest snow found in the world. ലോകത്തിലുള്ള അത്യന്തം വെണ്മയേറിയ ഹിമത്തെക്കാൾ യേശു എനിക്ക് വെണ്മയേറിയവനാകുന്നു. For me, Jesus is sweeter than the sweetest honey in the world. ലോകത്തിലുള്ള അത്യന്തം മാധുര്യമേറിയ തേനിനേക്കാളും യേശു എനിക്ക് മാധുര്യമേറിയവനാകുന്നു. For me, Jesus is brighter than the brightest morning star in the sky. ആകാശത്തിലെ ശുഭ്രമായ ഉദയ നക്ഷത്രത്തെക്കാളും യേശു എനിക്ക് അത്യന്തം പ്രകാശം ഏറിയവനാകുന്നു. For me, Jesus is fairer than the fairest rose in any gardens in the world. ഈ ലോകത്തിലുള്ള ഏറ്റവും നല്ല തോട്ടത്തിലെ ഭംഗിയേറിയ റോസാ പുഷ്പത്തെക്കാളും യേശു എനിക്ക് സൗന്ദര്യം ഏറിയവനാകുന്നു. For me, Jesus is wiser than the wisest Solomon. അത്യന്തം ജ്ഞാനിയായ ശലോമോനേക്കാളും യേശു എനിക്ക് ജ്ഞാനം ഏറിയവനാകുന്നു. For me, Jesus is higher than the highest heavens. സ്വർഗാദി സ്വർഗങ്ങളെക്കാളും യേശു എനിക്ക് അത്യുന്നതനായവനാകുന്നു. All those who agree with me and
Take Jesus all in all for you. Once again, lift up your hands and praise God. എന്നോടുകൂടെ ചേർന്ന് ഞാൻ പറഞ്ഞതെല്ലാം ശരിയെന്ന് സമ്മതിക്കുന്നവർ, തങ്ങൾക്ക് സകലത്തിനും സകലമായ യേശുവിനെ സ്വീകരിക്കുന്നവർ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. Beloved ones, Jesus is my beloved. പ്രിയമുള്ളവരെ, യേശുവാകുന്നു എന്റെ പ്രിയനായവൻ. He is my life. അവൻ എന്റെ ജീവനത്രേ. He is my breath. അവൻ എന്റെ ശ്വാസമാകുന്നു. He is my song. അവൻ എന്റെ ഗീതമാകുന്നു. He is my shield. അവൻ എന്റെ പരിചയമാകുന്നു. He is my strength. അവൻ എന്റെ ബലമാകുന്നു. He is my goodness. എന്റെ നന്മ അവനാകുന്നു. He is my fortress. എന്റെ കോട്ട അവനാകുന്നു. He is my high tower. എന്റെ ഉയർന്ന ഗോപുരം അവനത്രേ. He is my refuge. എന്റെ സങ്കേതം അവനാകുന്നു. He is my helper. എന്റെ സഹായം അവനത്രേ. He is my keeper. എന്റെ പരിപാലകൻ അവനാകുന്നു. He is my guide. എന്നെ നടത്തുന്നവൻ അവനത്രേ. He is my guard. എന്റെ സംരക്ഷകൻ അവനാകുന്നു. He is my shepherd. എന്റെ ഇടയൻ അവനാകുന്നു. Yes, he is my savior. അവൻ എന്റെ രക്ഷകനാമത്രേ. He is the only medicine for me. എന്റെ ഏക ഔഷധം അവനാകുന്നു. He is the only healer for me. എന്റെ ഏക വൈദ്യൻ അവൻ മാത്രമാകുന്നു. He is my wisdom. എന്റെ ജ്ഞാനം അവനത്രേ. He is my righteousness. എന്റെ നീതി അവനാകുന്നു. He is my sanctification. എന്റെ ശുദ്ധീകരണം അവനാകുന്നു. He is my redemption. എന്റെ വീണ്ടെടുപ്പ് അവനത്രേ. He is my high priest. എന്റെ മഹാപുരോഹിതൻ അവനത്രേ. He is my intercessor. എന്റെ മധ്യസ്ഥൻ അവനാകുന്നു. He is my provider. എന്റെ ദാതാവ് അവനാകുന്നു. He is my provision. അവൻ എന്റെ വാഗ്ദാനമാകുന്നു. He is my advocate. എന്റെ വ്യവഹാരകൻ അവനത്രേ. He is my judge. എന്റെ ന്യായാധിപൻ അവനാകുന്നു. He is my lawgiver. എന്റെ ന്യായ പ്രമാണികൻ അവനാകുന്നു. He is my law. എന്റെ പ്രമാണം അവനത്രേ. He is my glory. എന്റെ മഹത്വം അവനാകുന്നു. He is my brother. എന്റെ സഹോദരനും അവനത്രേ. He is my friend. എന്റെ സുഹൃത്ത് അവനാകുന്നു. He is my bridegroom. എന്റെ മണവാളൻ അവനത്രേ. He is my heavenly father. എന്റെ സ്വർഗസ്ഥ പിതാവ് അവനാകുന്നു. He is my Lord. അവൻ എന്റെ കർത്താവാകുന്നു. He is my king. എന്റെ രാജാവ് അവനത്രേ. He is my God. എന്റെ ദൈവം അവനാകുന്നു. He is all in all to me. അവൻ എനിക്ക് സകലത്തിനും സകലമാകുന്നു. Is he all in all to you? അങ്ങനെയെങ്കിൽ അവൻ നിനക്ക് എല്ലാത്തിനും എല്ലാമായി ഇരിക്കുന്നുവോ? Do you take Jesus to be all in all for you? യേശുവിനെ നിനക്കും സകലത്തിനും സകലമായി സ്വീകരിച്ചു കൊള്ളുക. Every part of your body should cry out, Jesus, Jesus, Jesus. നിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗവും യേശുവേ 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 എന്ന് നിലവിളിക്കട്ടെ. When Jesus becomes all in all for you, യേശു നിനക്ക് സകലത്തിനും സകലമായി തീരുമ്പോൾ you don't need anything in the world. പിന്നെ ലോകത്തിൽ നിനക്ക് ഒന്നുമേ ആവശ്യമുണ്ടാകയില്ല. Because in Jesus you have everything. കാരണം യേശുവിൽ നിനക്ക് സകലവും ഉണ്ട്. You may be a Christian. നീ ഒരു ക്രിസ്ത്യാനി ആയിരിക്കാം. You may be a born again Christian. നീ വീണ്ടും ജനിച്ച ക്രിസ്ത്യാനി ആകാം. You might have taken water baptism. നീ ജലസ്നാനം സ്വീകരിച്ചിരിക്കാം. You might have received the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കാം. But Jesus may not be all in all for you. അങ്ങനെയെങ്കിലും യേശു നിനക്ക് സകലത്തിനും സകലമായി ഉണ്ടാകയില്ല. Today, before this convention is over, ഇന്ന് കൺവെൻഷൻ സമാപിക്കും മുമ്പേ it is God's heart's desire that Jesus may become all in all for us. യേശു നമുക്ക് സകലത്തിനും സകലമായി തീരണം എന്നതാകുന്നു ദൈവത്തിന്റെ ഹൃദയ വാഞ്ച. Without Jesus all in your life, you are but a dead man, because Jesus is the true life. യേശു നിനക്ക് സകലത്തിനും സകലമായി കൂടെ ഇല്ലെങ്കിൽ നീ ഒരു മൃതനായ വ്യക്തിയാകുന്നു. കാരണം യേശുവത്രേ സാക്ഷാൽ ജീവൻ. If Jesus is not all in all for you, you are but a man dying of hunger, as Jesus is the bread of life. യേശു നിനക്ക് സകലത്തിനും സകലമായി ഇല്ലെങ്കിൽ നീ വിശപ്പ് കൊണ്ട് മരിക്കുന്നവനായിരിക്കും. കാരണം യേശുവാകുന്നു ജീവന്റെ അപ്പം. If Jesus is not all in all for you, you are dying of thirst, because he is the fountain of life and the spring of life.
യേശു നിനക്ക് സകലത്തിനും സകലമായി ഇല്ലെങ്കിൽ നീ ദാഹം കൊണ്ട് ചത്തുപോകുകയുള്ളൂ. കാരണം അവനാകുന്നു ജീവന്റെ നീരുറവ. Without Jesus all in your life, every day gradually you are dying of sickness, because Jesus is the sure medicine, healing and health. യേശു നിനക്ക് സകലത്തിനും സകലമായി ഇല്ലെങ്കിൽ നീ ദിനം തോറും രോഗത്താൽ മരിച്ചു പോകുകയുള്ളൂ. കാരണം സാക്ഷാൽ ഔഷധവും വൈദ്യനും ആരോഗ്യവും യേശുവാകുന്നു. If Jesus is not all in your life, you are a blind man groping in darkness, because Jesus is the true light. യേശു നിനക്ക് എല്ലാത്തിനും എല്ലാമായി ഇല്ലെങ്കിൽ നിങ്ങൾ ഇരുട്ടിൽ തപ്പി തടയുന്ന കുരുടനായിരിക്കും. കാരണം സത്യ വെളിച്ചം യേശുവാകുന്നു. If Jesus is not all in all for you, you are but a deaf and dumb man who cannot sing or enjoy singing, as Jesus is the music and melody of heaven. യേശു നിങ്ങൾക്ക് സകലത്തിനും സകലമായി കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾ പാടുവാനും സന്തോഷിപ്പാനും കഴിയാതെ ഊമനും ബധിരനുമായിരിക്കും. കാരണം സ്വർഗത്തിന്റെ ഗീതവും സംഗീതവും യേശുവാകുന്നു. If Jesus is not all in all for you, you are the most ugly man on earth, because Jesus he is fairer than 10,000 bright and morning star, rose of Sharon and the lily of valleys. യേശു നിനക്ക് സകലത്തിനും സകലമായി കൂടെ ഇല്ലെങ്കിൽ ഭൂമിയിൽ വിരൂപനായ വ്യക്തി നീ ആയിരിക്കും. കാരണം 10,000ങ്ങളിൽ ശ്രേഷ്ഠൻ, ശുഭ്രമായ ഉദയ നക്ഷത്രം, താഴ്വരയിലെ റോസായും ലില്ലി പുഷ്പവും യേശുവാകുന്നു. Without Jesus, my dear friend, you are on the way to hell, because Jesus is the way to heaven and he is heaven. പ്രിയ സുഹൃത്തെ, നിന്റെ ജീവിതത്തിൽ യേശുവില്ലെങ്കിൽ നീ നരകത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരുവനാകും. കാരണം സ്വർഗത്തിലേക്കുള്ള വഴിയും സാക്ഷാൽ സ്വർഗവും യേശുവാകുന്നു. If Jesus is not all in your life is bitter, because only Jesus can make the bitter life sweet, and he is sweeter than honey and honeycomb. യേശു നിനക്ക് സകലത്തിനും സകലമായി കൂടെ ഇല്ലെങ്കിൽ നിന്റെ ജീവിതം കയ്പ് നിറഞ്ഞതായിരിക്കും. കാരണം അവന് മാത്രമേ കയ്പിനെ മധുരമാക്കുവാൻ കഴിയുകയുള്ളൂ. അവൻ തേനിലും തേൻ കട്ടയിലും മാധുര്യം ഏറിയവനാകുന്നു. If Jesus is not all in your life, my dear friend, your life has no meaning, because only Jesus can make your life meaningful. യേശു നിനക്ക് സകലത്തിനും സകലമായി ഇരിക്കുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം അർത്ഥശൂന്യമായി കാണപ്പെടും. കാരണം ജീവിതത്തെ അർത്ഥവത്താക്കി മാറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. Without Jesus filling your life, you are an unhappy man, because Jesus is the source of all joy. നിന്റെ ജീവിതത്തിൽ യേശു നിറഞ്ഞിരിക്കുന്നില്ലെങ്കിൽ നിനക്ക് സന്തോഷം ഉണ്ടാകുകയില്ല. കാരണം എല്ലാ സന്തോഷത്തിന്റെയും ഉറവ യേശുവാകുന്നു. Without Jesus in your life, you are a hopeless mess, because only Jesus can give hope, and he is our hope. യേശു നിനക്ക് സകലത്തിനും സകലമായി ഇല്ലെങ്കിൽ നീ പ്രത്യാശയറ്റവനും കുഴങ്ങിയവനുമായി കാണപ്പെടും. കാരണം പ്രത്യാശ നൽകുന്നവനും സാക്ഷാൽ പ്രത്യാശയും യേശുവാകുന്നു. If Jesus is not all in all your life be full of fear, because Jesus is the only one who can dispel all fear. നിന്റെ ജീവിതത്തിൽ യേശു നിനക്ക് ഇല്ലാതെ പോയാൽ നീ ഭയം നിറഞ്ഞ ഒരുവനായി കാണപ്പെടും. സകല ഭയത്തെയും ദൂരീകരിക്കുന്നവൻ യേശു മാത്രമാകുന്നു. If Jesus is not all in all to you, you don't have any peace, because Jesus, he is the Prince of Peace, the author of peace, the King of peace. യേശു നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുകയില്ല. കാരണം യേശുവാകുന്ന സമാധാനത്തിന്റെ പ്രഭു, സമാധാനത്തിന്റെ നായകനും സമാധാനത്തിന്റെ രാജാവും യേശുവാകുന്നു. If Jesus is not all in all for you, you don't have any rest, because Jesus is the only one who called, "Come unto me all ye that labor and heavy laden, I will give you rest." യേശു നിനക്ക് സകലത്തിനും സകലമായി ഇല്ലെങ്കിൽ നിനക്ക് വിശ്രാമം ഉണ്ടാകുകയില്ല. കാരണം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം എന്ന് പറഞ്ഞിരിക്കുന്നവൻ യേശു മാത്രമാകുന്നു. My dear ones, let me tell you, if Jesus is not filling your life, you are a foolish man, a fool, because the word of God says, "In him dwelleth all wisdom." പ്രിയ സുഹൃത്തെ, യേശു നിന്റെ ജീവിതത്തിൽ സകലത്തിനും സകലമായി നിന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ തികച്ചും ഭോഷനായി കാണപ്പെടും. കാരണം തിരുവചനം പറയുന്നു, അവനിലല്ലോ സകല ജ്ഞാനവും വസിക്കുന്നത്. Oh, without this sweet Jesus filling your life will be lonely, because Jesus is the only one told, "I am always with you." ഈ മാധുര്യമേറെ യേശു നിങ്ങളോടുകൂടെ ഇല്ലാതിരുന്നാൽ നിങ്ങൾ ജീവിതത്തിൽ തികച്ചും ഏകാന്തൻ ആയിരിക്കും.
കാരണം ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തവൻ യേശു മാത്രമാകുന്നു. Without Jesus you are lost because he is the way to heaven. യേശു ഇല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ട വ്യക്തിയാകുന്നു, കാരണം സ്വർഗത്തിലേക്കുള്ള ഏക വഴി യേശുവാകുന്നു. I may go on and on like that, but let me tell you that without Jesus you are nothing and you have nothing. ഈ പട്ടിക വേണമെങ്കിൽ ദീർഘമാക്കുവാൻ കഴിയും, എങ്കിലും ചുരുക്കി പറയട്ടെ, യേശു നിങ്ങളോടുകൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല, നിങ്ങളും ഒന്നുമില്ല. If there is anybody who is backslidden or you are not given your life to Jesus, today the Lord Jesus is calling you. Come, taste and see that the Lord is good. തങ്ങളുടെ ജീവിതങ്ങളെ യേശുവിന് സമർപ്പണം ചെയ്യാതെയും പിന്മാറ്റക്കാരായും ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ യേശു നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വരുവീൻ, വന്ന് ദൈവം നല്ലവൻ എന്ന് രുചിച്ച് അറിവിൻ. Today give your heart fully to the Lord. ഈ നാളിൽ ഹൃദയത്തെ സമ്പൂർണമായും ദൈവത്തിന് സമർപ്പണം ചെയ്യുവീൻ. Not 50% or 70% or 99%, 100%. 50%, 70%, 90% എന്നല്ല, 100% മുഴുവനുമായും കർത്താവിന് സമർപ്പണം ചെയ്യുവീൻ. Give your life to him. നിങ്ങളുടെ ജീവിതം അവനായി ഏൽപ്പിച്ചു കൊടുക്കുവേൻ. Give your time and talents and treasures to him. നിങ്ങളുടെ സമയം, നിങ്ങളുടെ താലന്തുകൾ, നിക്ഷേപങ്ങൾ സകലവും അവന് ഏൽപ്പിച്ചു കൊടുക്കുവേൻ. Jesus makes life worth the living. നമ്മുടെ ജീവിതത്തെ യേശുവിന് മാത്രമേ അർത്ഥവത്തായ യോഗ്യതയുള്ള ഒന്നായി മാറ്റുവാൻ കഴിയൂ. Surely Jesus will turn the bitter into sweet. നിശ്ചയമായും യേശു കയ്പിനെ മധുരമാക്കി മാറ്റും. Darkness into light. ഇരുളിനെ അവൻ പ്രകാശമാക്കി മാറ്റും. Sadness into gladness. ദുഃഖത്തെ ആനന്ദമാക്കി മാറ്റും. Confusion into peace. കുഴപ്പത്തെ അവൻ സമാധാനമാക്കി മാറ്റും. Emptiness into fullness. ശൂന്യതയെ നിറവുള്ളതാക്കി മാറ്റും. Filthiness into holiness. അശുദ്ധിയെ വിശുദ്ധിയാക്കി മാറ്റും. Weakness into strength. ബലഹീനതയെ ശക്തിയാക്കി മാറ്റും. Sickness into health. രോഗത്തെ ആരോഗ്യമാക്കി മാറ്റും. യേശു ക്രിസ്തുവിൻ നാമമിതേ. യേശു ക്രിസ്തുവിൻ is eternal word of God. This is not mythology or theology. ഈ വചനം നിത്യമായ ജീവന്റെ വചനങ്ങൾ ആകുന്നു. ഇത് അല്ല തത്വമായിട്ട് മറ്റെന്തെങ്കിലും സിദ്ധാന്തപരമായി ഉളവാക്കിയതല്ല. Jesus brings heaven into our hearts. യേശു സ്വർഗ്ഗത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. Because Jesus himself is heaven. കാരണം യേശു തന്നെ സ്വർഗ്ഗം ആകുന്നു. Where Jesus is, there is heaven. യേശു എവിടെ ഉണ്ടോ അവിടെ സ്വർഗ്ഗം ഉണ്ട്. One saint once told, if Jesus goes to heaven, I would like to go to heaven, because where Jesus is, that is heaven. ഒരിക്കൽ ഒരു വിശുദ്ധൻ ഇങ്ങനെ പറഞ്ഞു അത്രേ, യേശു നരകത്തിലേക്ക് പോകുന്നെങ്കിൽ ഞാനും നരകത്തിലേക്ക് പോകുവാൻ വാഞ്ചിക്കുന്നു, കാരണം യേശുവുള്ള സ്ഥലമാകുന്നു എനിക്ക് സ്വർഗ്ഗം. When Jesus comes into our heart, heaven comes. യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ സ്വർഗ്ഗം നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. There will be no question whether there is a heaven or not, because it has already come into our hearts.
പിന്നീട് സ്വർഗം ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഇടമില്ല. കാരണം സ്വർഗം നമ്മിൽ എത്തി കഴിഞ്ഞിരിക്കുന്നു. Oh, Jesus is sweeter than anything, everything in the world. ലോകത്തിലുള്ള എന്തിനേക്കാളും എല്ലാവറ്റിനേക്കാളും യേശു മാധുര്യം ഏറിയവനത്രേ. If you are not accepted Jesus or gone away from Jesus, I tell you, you are wasting your life. Today, come back to Jesus. നിങ്ങൾ ഇതുവരെ യേശുവിനെ സ്വീകരിക്കാതെയും അവന്റെ അടുക്കൽ വരാതെയും ഇരിക്കുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ജീവിതം പാഴാക്കുന്നു. മടങ്ങി വരിക, ഇന്ന് യേശുവിനെ സ്വീകരിക്കാം. A life without Jesus is a wasted life. യേശു ഇല്ലാത്ത ജീവിതം പാഴായി പോയ ജീവിതം അത്രേ. Your money, materials and your education, your job and position has no value unless Jesus is in your life. നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഇല്ലെങ്കിൽ നിങ്ങളുടെ പണം, വിദ്യാഭ്യാസം, ഉദ്യോഗം, തൊഴില്, സമ്പത്ത് ഒന്നും തന്നെ പ്രയോജനമില്ല എന്ന് പറയട്ടെ. If Jesus has already come into your life, if you are not taken water baptism, you are like a stagnant water. നിങ്ങളുടെ ജീവിതത്തിൽ യേശു വന്നു കഴിഞ്ഞിട്ടും നിങ്ങൾ ജലസ്നാനം സ്വീകരിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാകുന്നു. You know, stagnant water is filthy water. കെട്ടിക്കിടക്കുന്ന വെള്ളം മലിന ജലം എന്ന് നമുക്കറിയാം. After you receive Jesus, you must move forward. യേശുവിനെ സ്വീകരിച്ച ശേഷം മുന്നേറി ചെല്ലണം. With all humility, I want to declare, the day Jesus came into my life, that day I told the pastor, I want to take water baptism. സകല താഴ്മയോടും കൂടെ ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിൽ യേശു കടന്നു വന്ന അതേ നാളിൽ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, എനിക്ക് ഇന്ന് ജലസ്നാനം സ്വീകരിക്കണം. After you have received Jesus, if you are not taken water baptism, you are like a man, paralyzed man. He has got life in him, but he is paralyzed and bedridden. യേശുവിനെ സ്വീകരിച്ചിട്ടും നിങ്ങൾ ജലസ്നാനം സ്വീകരിക്കാതെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ പക്ഷവാതക്കാരുടെ പോലെയാകുന്നു. അവന് ജീവൻ ഉണ്ട് എന്നാൽ തളർന്നു കിടക്കുന്നു. Today decide to take water baptism. It is almost like a paralyzed man rising up and walking, carrying his bed. ഇന്ന് തന്നെ ജലസ്നാനം സ്വീകരിക്കുവാൻ തീരുമാനിക്കുവാൻ. അങ്ങനെയെങ്കിൽ പക്ഷവാതക്കാരൻ കിടക്കയെടുത്ത് എഴുന്നേറ്റ് നടക്കുന്ന അനുഭവം പോലെയാകും അത്. If you have not received the Holy Spirit, may I tell you what is the reason you have not received it? നിങ്ങൾ ഇത്രത്തോളം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം എന്തെന്ന് ഞാൻ പറയട്ടെയോ? Don't blame God if He has not given you the Holy Spirit. നിങ്ങൾ അഭിഷേകം ചെയ്യാത്തത് കൊണ്ട് ദൈവത്തെ കുറ്റം പറയണ്ട. John chapter 7:37 says the real reason you have not received the Holy Spirit because you don't have proper thirst for the Holy Spirit. യോഹന്നാൻ 7:37 വാക്യത്തിൽ ഇത്രത്തോളം അഭിഷേകം പ്രാപിക്കാത്തതിന്റെ യഥാർത്ഥ കാരണം യേശു പറഞ്ഞിരിക്കുന്നു, നിങ്ങളിൽ ദാഹം ഇല്ല. Somebody came in Madras convention, one young man, he sat down in the meeting and told, Lord, I am not going to get up from here unless you fill me with the Holy Spirit. That very moment a mighty anointing came. He was thrown around with a mighty anointing. ഒരു യൗവനക്കാരൻ ഇവിടെ കൺവെൻഷന് വന്ന് ഇരിക്കവേ, കർത്താവേ നീ അഭിഷേകം ചെയ്തല്ലാതെ ഞാൻ എഴുന്നേൽക്കയില്ല എന്ന് പറഞ്ഞു. അതേ ക്ഷണത്തിൽ ശക്തിയായി ദൈവം തന്നെ അഭിഷേകം ചെയ്തു. താൻ ഇരുന്ന സ്ഥലത്ത് നിന്നും എടുത്ത് എറിയപ്പെട്ട് ദൈവാത്മാവിനാൽ നിറയപ്പെട്ടു. If the Pentecostal power has not come upon you, you are not a Pentecostal man. പെന്തക്കോസ്തിന്റെ ശക്തി നിങ്ങൾക്ക് മേൽ ഇറങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ പെന്തക്കോസ്തുകാരനല്ല. When Pastor Paul received the Holy Spirit in Sri Lanka, he told, this is Canaan flowing with milk and honey. ശ്രീലങ്കയിൽ വെച്ച് പാസ്റ്റർ പോൾ അഭിഷേകം പ്രാപിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു അത്രേ, പാലും തേനും ഒഴുകുന്ന കനാൻ ഇതാകുന്നു. This is God's time to fill us with overflowing experience of the Holy Spirit. കവിഞ്ഞൊഴുകുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കുവാനുള്ള ദൈവത്തിന്റെ വേള ഇതാകുന്നു. Doctors say no medicine is perfect. യാതൊരു ഔഷധവും പൂർണ്ണമായതല്ല എന്ന് ഡോക്ടർമാർ പറയുന്നു. Recent survey in America showed the longevity of people in America, they live average lifespan is 70 years. ഒരു അമേരിക്കൻ പൗരന്റെ ശരാശരി പ്രായം 70 വയസ്സാകുന്നു അത്രേ. But I was shocked to read, but the lifespan of doctors is 50. എന്നാൽ ഡോക്ടർമാരുടെ ശരാശരി ആയുഷ്കാലം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഡോക്ടർമാരുടെ ആയുഷ്കാലം 50 വർഷം മാത്രമായിരുന്നു. I asked a doctor,
Doctor, why that lifespan is only 50 for doctors and for others 70? ഡോക്ടർ, എന്തുകൊണ്ടാകുന്നു ഡോക്ടർമാർക്ക് മാത്രം 50 വർഷം, ശരാശരി ജനങ്ങൾക്ക് 70 വർഷമെന്ന ആയുഷ്കാലത്തിൽ വ്യത്യാസമെന്ന് ഞാൻ ചോദിച്ചു. He told many reasons, and one reason he told, always inhaling and dealing and smelling that medicine that makes person sick. അതിന് താൻ പറഞ്ഞ അനേകം കാരണങ്ങളിൽ ഒന്ന്, ഡോക്ടർമാർ എല്ലായ്പ്പോഴും മരുന്നുകൾ കരങ്ങളിൽ എടുക്കുകയും മണക്കുകയും എല്ലാം ചെയ്യുന്നത് കൊണ്ട് രോഗബാധിതരായ ആയുഷ്കാലം കുറഞ്ഞു പോകുന്നു. But the word of God is sure medicine and absolutely no side effects. എന്നാൽ ദൈവത്തിന്റെ വചനം നല്ല നിശ്ചയമുള്ള ഒരു ഔഷധമാകുന്നു, അതിന് യാതൊരു പാർശ്വഫലങ്ങളുമേ ഇല്ല. Before I was born again, I had so many sicknesses. ഞാൻ വീണ്ടും ജനിക്കും മുമ്പ് എനിക്ക് അനേകം രോഗങ്ങൾ ഉണ്ടായിരുന്നു. One sickness was epileptic fits and no medicine for it. ഒന്ന് ചുടലി രോഗമായിരുന്നു, അതിന് ഔഷധമേ ഇല്ലായല്ലോ. But by the grace of God, for the last about 47 years, Jesus has been the perfect healer and medicine for me. എന്നാൽ ദൈവകൃപയാൽ കഴിഞ്ഞ 47 വർഷങ്ങളായി കർത്താവ് യേശു എനിക്ക് തികഞ്ഞ ഔഷധവും വൈദ്യനുമായിരിക്കുന്നു. The word of God says, I am the Lord that healeth thee. He doesn't say, I am one of the healers. തിരുവചനം പറയുന്നത് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്നാകുന്നു, ഞാൻ വൈദ്യന്മാരിൽ ഒരുവനത്ര എന്നല്ല. Those who put their trust in the Lord will never be put to shame. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവർ ഒരു നാളും ലജ്ജിതരാവുകയില്ല. Not only the Lord will heal you, fear of death will flee away from you. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നത് മാത്രമല്ല, മരണഭയവും നിങ്ങളെ വിട്ട് ഓടിപ്പോകും. As long as you trust in man and human made things, fear of death will not depart from you. മനുഷ്യരിലും മനുഷ്യനിർമ്മിത വസ്തുക്കളിലും മേലും നിങ്ങൾ ആശ്രയം വച്ചിരിക്കുന്നിടത്തോളം കാലം മരണഭയം നിങ്ങളെ വിട്ടുമാറുകയില്ല. And some people, those who got a calling to serve God, they say, I am afraid to serve God. ചിലർക്കെല്ലാം കർത്താവിന്റെ വേല ചെയ്യുവാൻ വിളിവുണ്ട്, എന്നാൽ എനിക്ക് ഭയം എന്നവർ പറയുന്നു. Even if we preach to you 1,000 sermons about serving God, unless you taste the goodness of God in serving God, you may not realize all the blessings of serving God. കർത്താവിനെ സേവിക്കുന്നതിനെ കുറിച്ച് 1000 പ്രസംഗങ്ങൾ പ്രസംഗിച്ചാലും നിങ്ങൾ അത് സേവിച്ച് അനുഭവിച്ച് അറിയാഞ്ഞാൽ അതിന്റെ നന്മ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകുവാനും ഉണരുവാനും കഴിയില്ല. It's like this glass is full of honey. അത് ഈ ഗ്ലാസ്സിൽ തേൻ നിറച്ചിരിക്കുന്നത് പോലെയാകുന്നു. 10 hours I am preaching about the sweetness of this honey. ഞാൻ ഈ തേനിന്റെ മാധുര്യതയെ കുറിച്ച് 10 മണിക്കൂർ പ്രസംഗിക്കുന്നു എന്ന് കരുതുക. But better than the 10-hour sermon, if I will give a drop, I will ask you, taste and see a drop. Then you will say, preacher, I don't need any sermon. I know it's altogether lovely. എന്നാൽ അതിനവസാനം ഒരു തുള്ളി തേൻ രുചി നോക്കുവാൻ നൽകിയാൽ നിങ്ങൾ രുചിച്ചിട്ട് പറയും, പാസ്റ്റർ ഇനി പ്രസംഗമേ വേണ്ട, ഇത് ആകമാന മാധുര്യം ഉള്ളത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. That's why very often we say there is nothing better, sweeter, greater, higher than serving the King of Kings, the Lord of Lords and God of God. ആകയാൽ രാജാധി രാജാവിനെയും കർത്താധി കർത്താവിനെ സേവിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായ ഉന്നതമായ നല്ലതായ മറ്റൊരു കാര്യം ഇല്ല എന്ന് ഞങ്ങൾ പറയാറുള്ളത്. I dedicated to serve God in 1959, but 1969 only I was accepted in the ministry. ഞാൻ 59-ാം വർഷം കർത്താവിനെ സേവിക്കുവാൻ വേണ്ടി എഴുതി കൊടുത്തെങ്കിലും 69-ൽ മാത്രമായിരുന്നു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ വേർതിരിക്കപ്പെട്ടത്. If God put a desire in your heart to serve God, never give up. Let not the devil or man stop you from serving this great God. കർത്താവിനെ സേവിക്കുവാനുള്ള വാഞ്ച ദൈവം ഹൃദയത്തിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നെങ്കിൽ ഏത് മനുഷ്യനെങ്കിലും പിശാചെങ്കിലും മറ്റേത് ശക്തിയെങ്കിലും ദൈവത്തെ സേവിക്കുന്നതിൽ നിന്നും നിങ്ങളെ ഒരിക്കലും പിന്തിരിപ്പിക്കുകയും അരുത്. Life is very exciting. Morning when I get up and realize I am in the palace of the King of Kings. Oh, what a privilege. ഞാൻ രാവിലെ ഉണരുമ്പോൾ ഞാൻ രാജാധി രാജാവിന്റെ കൊട്ടാരത്തിലാകുന്നു എന്നുള്ളതായ അറിവ് എന്നെ ആകമാനം വിസ്മയഭരിതനാക്കി സന്തോഷപൂരിതനാക്കി മാറ്റുന്നു. Not as a hired servant in the palace, but own son of the King of Kings. ഞാൻ കൊട്ടാരത്തിൽ ഒരു വേലക്കാരനെ പോലെയല്ല, രാജാധി രാജാവിന്റെ സ്വന്തം മകനായി ജീവിക്കുന്നു. I want to tell you that there is no better exciting life
than serving the Lord. കർത്താവിനെ സേവിക്കുന്നതിനേക്കാളും നല്ലതായ വിസ്മയകരമായ വേറെ ഒരു ജീവിതം ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. There are some ministries, they do it for salary. It is like a hired servant. വേറെയും ശുശ്രൂഷകരും ഉണ്ട്. ശമ്പളത്തിനായി പ്രവർത്തിക്കുന്നവർ, അവർ കൂലിക്കാരെ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. There is a saying, if you serve God for salary, one day you may serve the devil for better wages. ശമ്പളത്തിന് വേണ്ടി നിങ്ങൾ കർത്താവിനെ സേവിക്കുന്നെങ്കിൽ ഒരു നാളിൽ അധികം ഉയർന്ന വേതനത്തിന് വേണ്ടി നിങ്ങൾ പിശാചിനെ സേവിക്കുമെന്ന് ഒരു ചൊല്ലുണ്ട്. The just shall live by faith. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. Do you know what is the principle of faith life? We are taught by saints, our forefathers. പൂർവന്മാരായ വിശുദ്ധന്മാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചതായ വിശ്വാസ ജീവിതത്തിന്റെ പ്രമാണം എന്തെന്ന് അറിയാമോ? Never to mention to anybody directly or even indirectly about the need of the money by servants of God. ദൈവ ശുശ്രൂഷകർ ഒരിക്കലും നേരിട്ടോ വ്യംഗ്യമായിട്ടോ തങ്ങൾക്ക് പണം ആവശ്യമുണ്ട് എന്നുള്ളത് ഉരിയാടുവാനേ പാടില്ല. We teach the trainee servants of God never even to mention as a prayer item, we need money to build this building, pray for that. Not to mention even that. പരിശീലനം നേടുന്ന ശുശ്രൂഷകരോടും ഞങ്ങൾ ഇത് പഠിപ്പിക്കുന്നു. പ്രാർത്ഥനാ വിഷയമായി പോലും പണം ആവശ്യമുണ്ടെന്നത് വിശ്വാസികളെ അറിയിക്കരുത്. You know why our forefathers taught that faith life? പൂർവ്വപിതാക്കന്മാർ ഞങ്ങൾക്ക് വിശ്വാസ ജീവിതം പഠിപ്പിച്ചത് എന്തുകൊണ്ട് എന്നറിയാമോ? One reason is that we may not become a burden to you. ഒരു കാരണം, ഒരിക്കലും ഞങ്ങൾ നിങ്ങൾക്കൊരു ഭാരമായി മാറിക്കൂടാ എന്നാകുന്നു. Another reason is that when we fully trust in the Lord, instead of looking to man for our needs, we can look to God for our needs. മറ്റൊരു കാരണം, പൂർണ്ണമായും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുമ്പോൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ നോക്കാതെ ഞങ്ങൾ ദൈവത്തെ മാത്രം നോക്കുന്നവരായി കാണപ്പെടും. Once a servant of God was asked by an unbeliever, Pastor, you say you live by faith. Does that mean God will tie you in a string the money and will drop it? ഒരിക്കലും ഒരു അവിശ്വാസിയെ പാസ്റ്ററോട് ചോദിച്ചു അത്രേ, പാസ്റ്റർ നിങ്ങൾ വിശ്വാസ ജീവിതം നയിക്കണം എന്ന് പറയുന്നല്ലോ, ദൈവം നൂലിൽ പണം കെട്ടി നിങ്ങൾക്ക് ഇറക്കിയിട്ട് തരുമോ? The pastor calmly replied, no, he will do a greater through a greater miracle he will give the money. പാസ്റ്റർ പറഞ്ഞു, അങ്ങനെയല്ല, അതിനേക്കാളും അത്ഭുതകരമായ രീതിയിൽ ദൈവം ഞങ്ങൾക്ക് പണം നൽകും. The unbeliever got more angry. Tell me what way? തനിക്ക് അത് കേട്ട് അധികം കോപം വന്നു. എങ്ങനെയെന്ന് പറയുക. Without tying on the string, God will send it down. കയറിൽ കെട്ടാതെ തന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള പണം കർത്താവ് അയക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. Hallelujah! Have you any time asked any money from anyone for any time? Hands up. നിങ്ങൾ ആരോടെങ്കിലും എപ്പോഴെങ്കിലും എന്തിനെങ്കിലും വേണ്ടി പണം ചോദിച്ചിരിക്കുന്നുവോ? ഉണ്ടെങ്കിൽ കരമുയർത്തുക. Any time any of the servants of God borrowed money from you? Hands up. എപ്പോഴെങ്കിലും കർത്താവിന്റെ വേലക്കാർ നിങ്ങളോട് പണം കടം വാങ്ങിയിരിക്കുന്നുവോ? ഉണ്ടെങ്കിൽ കരമുയർത്തുക. Some of you are sleeping. Please keep your eyes open because some of the wrong way may also raise the hand by sleeping. Hallelujah! I want to tell you this faith life is a heavenly life. ഞാൻ പറയട്ടെ, വിശ്വാസ ജീവിതം സ്വർഗതുല്യമായ ജീവിതമാകുന്നു. If the Lord has put a desire to serve God, you burn the boat on the bridge and come to serve Him. കർത്താവിനെ സേവിക്കുവാൻ ദൈവം നിങ്ങൾക്കൊരു വാഞ്ച നൽകിയിരിക്കുന്നെങ്കിൽ ചെന്ന് പാലമെല്ലാം ഉടച്ചു കളഞ്ഞ് വേലയ്ക്കായി ഇറങ്ങി വരുവേ. Let me tell you, I never found in my whole life this ministry even one moment hard. എന്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ശുശ്രൂഷ കഠിനമായി എനിക്ക് തോന്നിയിട്ടേ ഇല്ല. But if any time I felt hard, it's all because of my pride and my unsanctified nature. My Jesus never made it hard for me. ഞാൻ എപ്പോഴെങ്കിലും കഷ്ടപ്പെട്ടു പോയെങ്കിൽ എന്റെ നിഗളം കൊണ്ടും വിശുദ്ധീകരിക്കപ്പെടാത്ത എന്റെ സ്വഭാവം കൊണ്ടും മാത്രമാകുന്നു. ശുശ്രൂഷയിൽ കഷ്ടപ്പെടുവാൻ ഇന്നയോളം യേശു എന്നെ അനുവദിച്ചിട്ടേ ഇല്ല. There are two heavens and two hells. Which one you want? രണ്ട് സ്വർഗവും രണ്ട് നരകവും ഉണ്ട്. നിങ്ങൾക്കതിൽ ഏതാകുന്നു വേണ്ടിയത്? You will not have both of them together. ഒരേ സമയം രണ്ടും ഒരുമിച്ച് അനുഭവിക്കുവാൻ സാധ്യമല്ല. I don't want to explain all about hell and there's no time also for that. നരകത്തെ കുറിച്ച് വിവരിക്കുവാൻ ഞാൻ വാഞ്ചിക്കുന്നില്ല, സമയവും പോരാ. But let me tell you, eternal hell is a reality. ഞാൻ പറയട്ടെ, നിത്യ നരകം യാഥാർത്ഥ്യമായ ഒന്നാകുന്നു. There the people will be covered with eating worms.
അവിടെ ജനങ്ങൾ തങ്ങളെ തിന്ന് അരിച്ചു കളയുന്ന കൃമികളാൽ പൊതിയപ്പെട്ടിരിക്കും. That fire, people burning that, people will be like a burning torch eternally. അവിടെ മനുഷ്യർ നിന്ന് കത്തുന്ന പന്തം പോലെ നിത്യമായി കത്തിക്കൊണ്ടിരിക്കും. From head to foot, all over the body, spirit and soul, people will have extreme pain eternally. ദേഹം ദേഹാത്മാവിൽ നിത്യമായി അവർ അതികഠിനമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കും. 1 second they will not have rest, because there will be no sleep in hell. ഒരു നൊടി നേരം പോലും വിശ്രാമം കിട്ടുകയില്ല. കാരണം നരകത്തിൽ ഉറക്കം എന്ന ഒന്ന് ഇല്ല. All in hell, it seems to be crying, Jesus, give me another chance to go to earth and live for you, but it will be too late. നരകത്തിൽ മുഴുവനും ഒരേ നിലവിളി ആയിരിക്കും, യേശുവേ വീണ്ടും ഭൂമിയിൽ പോയി ജീവിപ്പാൻ ഒരവസരം കൂടി തരണമെന്ന്. എന്നാൽ ഏറെ വൈകി കഴിഞ്ഞിരിക്കും. If you are a sinner or hiding any sin in your life today, it's not worth living that life. Come to Christ, open your heart, confess, repent, let heaven fill your life. ഒരു പാപിയായിട്ട് പാപം മറച്ചു ജീവിക്കുന്ന ഒരാളാകുന്നെങ്കിൽ ഈ ജീവിതം കൊണ്ട് അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി യേശുവിന്റെ അടുക്കൽ ഇന്ന് വന്ന് പാപം ഏറ്റുപറഞ്ഞ് അവനെ സ്വീകരിക്കുവാൻ അവൻ നിന്റെ ജീവിതം സ്വർഗമാക്കി മാറ്റും. Living for Jesus is living in heaven. യേശുവിന് വേണ്ടി ജീവിക്കുന്ന ജീവിതം സ്വർഗത്തിലെ ജീവിതമാകുന്നു. Beloved ones, with all humility I tell you, we are privileged to be in this fellowship of saints. ഞാൻ സകല താഴ്മയോടും കൂടെ പറയട്ടെ, വിശുദ്ധന്മാരുടെ ഈ കൂട്ടായ്മയിൽ ഞാൻ കാണപ്പെടുന്നത് ദൈവം നൽകിയ മഹാഭാഗ്യമാകുന്നു. Before God, we open our heart and tell you, God is our witness. We are teaching the truth of the word of God. ദൈവത്തിന്റെ വചനങ്ങളെ മാത്രം സത്യമായി പഠിപ്പിക്കുന്നെന്ന് ഞങ്ങൾ ജീവിക്കുന്നതിന് ദൈവത്തിന്റെ മുൻപാകെ തുറന്ന ഹൃദയത്തോടെ ഞങ്ങൾ നിൽക്കുന്നു. ദൈവം സാക്ഷിയുമാകുന്നു. Very soon Jesus will come. അതിവേഗം യേശു വരും. Let me speak few words about our sweet home in heaven and close my message. സ്വർഗത്തിലെ മനോഹര ഭവനത്തെ പറ്റി ചില വാക്കുകൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. We have a sweet home in heaven. സ്വർഗത്തിൽ നമുക്കൊരു ഇൻപമായ ഭവനമുണ്ട്. It is an unshakable mansion, as it is founded on the rock of ages, the Lord Jesus Christ. യുഗങ്ങളുടെ പാറയാകുന്ന പിളർക്കപ്പെട്ട യേശുവിന്മേൽ അത് പണിയപ്പെട്ടിരിക്കൊണ്ട് അത് ഇളക്കം ഇല്ലാത്ത ഭവനമാകുന്നു. No insurance is needed, as no fire, flood or earthquake can ever destroy our sweet home. തീക്കോ വെള്ളത്തിനോ കൊടുങ്കാറ്റുകൾക്കോ ആ ഭവനം തകർക്കുവാൻ ആവശ്യമില്ലാത്തത് കൊണ്ട് അവിടെ ഇൻഷുറൻസിന്റെ ആവശ്യമേ ഇല്ല. It will never grow old, as it will always remain new and ever so beautiful. ആ ഭവനം ഒരിക്കലും പഴയതായി പോകയില്ല. അത് എപ്പോഴും പുതുമ നിറഞ്ഞതായും ഏറെ മനോഹരമായും നിലകൊള്ളും. Our sweet home always will be safe, as holy angels will be guarding over it. വിശുദ്ധരായ ദൈവദൂതന്മാർ ആ ഇൻപ ഭവനത്തെ എല്ലായ്പ്പോഴും കാത്തുകൊണ്ടിരിക്കും. No light is needed, as Jesus Christ will be himself will be the light of our home. ആ ഭവനത്തിന് പ്രത്യേകം ഒരു വിളക്ക് വേണ്ട. യേശു ക്രിസ്തു അവിടെ വിളക്കായി പ്രകാശിക്കും. In our sweet home there will be no curse or pain or crying or sorrow or suffering or death, and no kerchief needed, as Jesus will wipe away all our tears. ആ ഇന്റെ വീട്ടിൽ നമുക്ക് കണ്ണുനീരോ ദുഃഖമോ മുറവിളിയോ മരണമോ വേദനയോ കഷ്ടമോ ഒന്നുമില്ല. കണ്ണുനീർ തുടയ്ക്കേണ്ടുന്ന കാര്യവുമില്ല. യേശു കണ്ണുനീർ തുടയ്ക്കുന്നവനായി കൂടെ ഉണ്ടാകും. As I close my words, ഞാൻ വാക്കുകൾ ചുരുക്കും മുമ്പേ, if little time is left for you and for me on earth, ഈ ഭൂമിയിൽ ഇനി എനിക്കും നിങ്ങൾക്കും ഒരു ചുരുങ്ങിയ കാലമേ ശേഷിക്കുന്നുള്ളൂ. let Jesus become all in all for us. ആ കാലത്തിൽ യേശു സകലത്തിനും സകലമായി തീരട്ടെ. Only Jesus can make our life worth the living. യേശുവിന് മാത്രമേ നമ്മുടെ ജീവിതം അർത്ഥവത്തായും യോഗ്യതയുള്ളതായും മാറ്റുവാൻ കഴിയൂ. With Jesus our life will be heaven, and we go to eternal heaven. യേശുവിലൂടെ ജീവിതം സ്വർഗം